സിനിമ ആസ്വാദകൻ എന്നുള്ളതിലുപരി സിനിമയെ പാഷനായിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ കാണാൻ പോകും. അപ്പൊ ചേട്ടൻ അങ്ങനെ അങ്ങനെ പോയി ഓരോ സിനിമകളും കാണാറുണ്ടോ? അങ്ങനെ അങ്ങനെ തിയേറ്ററിൽ പോയി അങ്ങനെ അനലൈസിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? പഠിക്കുന്ന രീതി ഇല്ല അങ്ങനെ ഭയങ്കര പിന്നെ എന്ത് അനലൈസിങ് ആണോ താൻ നടത്തുന്നതെന്ന് ചോദിക്കാനല്ലേ. അല്ല അങ്ങനെ പോകാറില്ല. ഒരു തവണയൊക്കെ പടം കാണും. പിന്നെ കൂടുതലും ഞാൻ വീട്ടിലിരുന്നിട്ട് തന്നെ ടാബിനകത്തിരുന്ന് കാണും. അപ്പൊ അതിന്റെ ടെക്നിക്ക് നോക്കിയിട്ട് അത് ഏത് രീതിയിലായിരിക്കും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാകുന്നുള്ളത് ചിന്തിക്കും. പിന്നെ അതിന് മെയിനായിട്ട് അവർ ഉപയോഗിച്ചിട്ടുള്ള കുറേ പാറ്റേൺസ് ഉണ്ടാവും. എഡിറ്റിങ്ങിലുണ്ടാവും, സിനിമറ്റോഗ്രഫിയിലുണ്ടാവും, ആക്ടിങ്ങിലുണ്ടാവും. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്യും. അപ്പോൾ അതൊക്കെ എന്ത് എഫക്റ്റാണ് ഉണ്ടാക്കുന്നത്, ഒരു കാഴ്ചക്കാരൻ്റെ മനസ്സിൽ എന്ത് എഫക്റ്റാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള ചിന്തകളിലൂടെയൊക്കെ സഞ്ചരിക്കും. അങ്ങനെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. തിയേറ്ററിൽ തന്നെ പോയിരുന്നു നമുക്ക് കണ്ട് വാച്ച് അത് പാടായിരിക്കും. അത് ഭയങ്കര കൊള്ളാലോ, നല്ല എന്തൂസിയാസ്റ്റ് ആണല്ലോ. അതെ, അങ്ങനെ പറഞ്ഞു. എനിക്കും അറിയില്ലായിരുന്നു, കേട്ടപ്പോഴാണ് ഞാനും അങ്ങനെ ചിന്തിച്ചത്. രണ്ട് തരത്തിലുള്ള ആക്ടേഴ്സ് ആണ് കൂടുതലായിട്ടും ഉള്ളത്. അതായത് ഒരാളെ ഇപ്പം ബോൺ ആക്ടർ എന്ന് നമുക്ക് പറയാൻ സാധിക്കാറുണ്ട്. വേറെ ഒരാളെന്ന് പറഞ്ഞാൽ മേ ബി ഇപ്പം ഒരു സീൻ വരുവാണെങ്കിൽ തന്നെ നമ്മൾ പോയി അഭിനയിക്കുക, ഒരു ഞൊടിയിടയിൽ തന്നെ ആ ഒരു ക്യാരക്ടറായിട്ട് മാറും. അല്ലെങ്കിൽ വേറെ ചില ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു മൂഡ് സെറ്റ് ചെയ്തിട്ടേ അവർക്കത് പെർഫോം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ പ്രശാന്തനെ സംബന്ധിച്ച് ചേട്ടൻ ഏതൊരു കാറ്റഗറിയിൽ പെടുന്ന ഒരു ആക്ടറാണ് സെൽഫ് അനലൈസ് ചെയ്തപ്പോൾ? എല്ലാവരും ആക്ടേഴ്സാണ്. അപ്പൊ നമുക്ക് 99% അല്ലെ ഒരു 95% അഭിനയിക്കാൻ പറ്റാത്തത് ഇവരുടെ ഉള്ളിൽ ഒരുപാട് ബ്ലോക്കുകൾ ഉള്ളതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ സിനിമ അഭിനയം പഠിക്കുന്നിടത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ ബ്ലോക്കുകളാണ് മാറ്റാനായിട്ട് അവർ ശ്രമിക്കുന്നത്. ബ്ലോക്കുകളൊക്കെ മാറി അയാളൊരു നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ആളായിട്ട് മാറാനായിട്ടാണ് പരിശീലിപ്പിക്കുന്നത്. ഇപ്പൊ ഈ ഇൻഡസ്ട്രിയിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം എല്ലാ കാറ്റഗറിയിലുള്ള അങ്ങനെ ഒരു ഡിവിഷൻ പേഴ്സണലി എനിക്ക് വർക്കല്ല. എന്ന് വെച്ചാൽ ബോൺ ആക്ടറാണ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആക്ടർ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കൊണ്ട് പിന്നീട് ആക്ടറായിട്ട് മാറുന്നത്. അപ്പോൾ ലാലേട്ടനും മമ്മൂക്കയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ കൂടെ അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് എക്സ്പീരിയൻസ് അവർക്കുണ്ട്. അപ്പോൾ തുടക്കത്തിൽ അവർ അത്ര ഗംഭീരമായിട്ടുള്ള ആക്ടേഴ്സ് ആയിരുന്നിരിക്കണം എന്നില്ല. അപ്പോൾ ഇവരിങ്ങനെ ട്യൂൺ ചെയ്ത് ഇപ്പം നമ്മൾ അവരുടെ സിനിമകളൊക്കെ കാണാൻ തുടങ്ങിയപ്പോഴേക്കും അവർ ഭയങ്കരമായിട്ട് ഇവോൾവ് ചെയ്തിരുന്നിരിക്കണം. അപ്പോൾ പണ്ട് വേറെ രീതിയിൽ അഭിനയിച്ചുകൊണ്ടിരുന്നു. കാലം മാറുന്നതനുസരിച്ച് കറക്റ്റായിട്ട് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ബോൺ ആക്ടിങ് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഞാനും ഈ പറയുന്നത് ഭയങ്കരമായിട്ട് അങ്ങനെ സീനുകൾ എടുക്കാറില്ല. മൂഡ് സെറ്റ് ചെയ്ത് ആരോടും വർത്താനം പറയാതെ. എനിക്കറിയില്ല. അത് വേറൊരു സംഭവമായിട്ടാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്. ഭയങ്കര കോൺസെൻട്രേഷൻ വേണം. അപ്പോൾ അത് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുള്ളവർക്കായിരിക്കും അങ്ങനെയൊക്കെ. നമുക്ക് അഭിനയിക്കുക എന്നുള്ളത് മാത്രമല്ല ചിന്തിക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ സ്ക്രിപ്റ്റ് കിട്ടും, വായിക്കും, ഏകദേശം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കും. പിന്നെ നമ്മുടെ പരിപാടി അത് കഴിഞ്ഞ് നമ്മൾ ആക്ഷൻ വിളിച്ചു കഴിയുമ്പോഴത്തേക്കും ചെയ്യും. അങ്ങനെയാണ്. ചേട്ടന്റെ ആ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്തു എന്ന് തോന്നിയ ഏതെങ്കിലും ഒരു കഥാപാത്രം ഉണ്ടോ? അതായത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരെ ഇതേപോലെ ഒരു അങ്ങനെ ബ്രേക്ക് ചെയ്ത ഏതെങ്കിലും ഒരു കഥാപാത്രം ഉണ്ടോ ഇതുവരെ? ഞാൻ തുടക്കം തൊട്ടേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്കമാലി ഡയറീസ് വരുന്ന ഒരു ഫോറസ്റ്റ് ഓഫീസർ, അയാൾക്ക് സാധാരണ ഫോറസ്റ്റ് ഓഫീസേഴ്സ് അങ്ങനെയൊന്നും ചെയ്യാറില്ല. മറ്റേ നോർമലി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മറ്റേ കടമ്പനി ചേട്ടനാണോ ഒന്നും ചോദിക്കാറില്ല. ഒരു നേരം വന്നിട്ട് കടമ്പനി ബെന്നിയാണുള്ളത് വന്ന് എന്നൊക്കെയാണ് പറയുക. നമ്മൾ സിനിമാറ്റിക്കലി അത് ചെയ്ത് കഴിയുമ്പം അത് തിരിഞ്ഞ് പെട്ടെന്ന് ഒരു അടി കൊടുത്തിട്ട് ഇയാൾ വേറൊരാളെ പോലെ. അപ്പൊ അതിനകത്ത് തന്നെ നമുക്ക് രണ്ട് രീതിയിലുള്ള ഒരു സാധനം ചെയ്യാൻ പറ്റി. ആ കോൺട്രാസ്റ്റും വർക്കാവുന്ന രീതിയിൽ ചെയ്യാൻ പറ്റി എന്നുള്ളത് ഭാഗ്യമാണ്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പം എന്താണ് ജനമൈത്രിയിൽ ഭയങ്കര കോമഡി ആയിട്ടുള്ള കോമഡി ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. അങ്ങനെ വർക്കൗട്ട് ആയിരുന്ന തരത്തില്ല അങ്ങനത്തെ ഒരു സംഭവം ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ജാനമനകത്ത് വരുമ്പോഴാണ് ഒരു നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു പടമായതും ഒരു കഥാപാത്രമായതും. അപ്പം അത് കണ്ട് അവർ അജിനമോട്ടോ കണ്ടിട്ട് വിളിച്ചാണ്. അജിനമോട്ടോ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം. അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലൊന്നും പെടാത്ത ഒരു കോളേജ് പഠിക്കുന്ന ഒരാളായിട്ട്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഭയങ്കര വ്യത്യസ്തമായിട്ട്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അങ്ങനെ ഒരു ദൈവാനുഗ്രഹം ഉണ്ടായി. എല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്നില്ല. അപ്പൊ അത് ഈ പറയുന്ന പോലെ പ്രത്യേകിച്ച് ഒരു പാറ്റേണിൽ വന്നിട്ട് അത് ബ്രേക്ക് ആയ ഒരു പരിപാടിയില്ല. നമ്മൾ ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രം എവിടെയാണ് കിട്ടിയെന്നുള്ളതാണ് കുറച്ചുകൂടെ റെലവെന്റ് ആയിട്ടുള്ളത്. അത് ജാനമൻ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഉള്ളൊഴുക്കിലാണ് കിട്ടുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം ഉള്ളൊഴുക്കിന്റെ ഒരു സാധനം നിന്നതുകൊണ്ട് റൈഫിൾ ക്ലബ്ബ് വന്നപ്പോൾ കുറച്ച് തിരിച്ചറിഞ്ഞു. പക്ഷെ ഒരു പെർഫോമർ എന്നുള്ള നിലയ്ക്ക് ഈ പറയുന്ന എല്ലാ രീതിയിലുള്ള ജനങ്ങളും എല്ലാ ഏജ് കാറ്റഗറിയിലുള്ള ആളുകളും എന്നോട് സംസാരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ള ഉള്ളൊഴുക്കിലെ റോളാണ്.
ഓക്കെ. അപ്പം ഇനി പുതിയ എന്തൊക്കെ പ്രോജക്ട്സ് ആണ് അപ്കമിങ് പ്രോജക്ട്സ്? 2-3 പരിപാടി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറച്ചി എന്ന് പറഞ്ഞൊരു പടം ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് വർഷങ്ങളായത്, 2 വർഷമായെന്ന് തോന്നുന്നു. പിന്നെ ദ റൈഡ് എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തിട്ടുണ്ട്. ഇപ്പം നോർത്ത് ഇന്ത്യയിൽ നിന്ന് കുറേ പ്രൊഡ്യൂസേഴ്സ് വന്നിട്ട് നമ്മൾ കേരളത്തിൽ പടം ചെയ്യുന്നുണ്ടല്ലോ, അതിലൊരു ഇൻസ്റ്റൻസ് ആണത്, ദ റൈഡ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇപ്പം ദൃഢം എന്ന് പറഞ്ഞ് ഷൈനികം ലീഡ് ചെയ്യുന്ന ഒരു പടത്തിൽ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ 2-3 പ്രോജക്റ്റ് ഡിസ്കഷനിലിരിക്കുന്നു, എങ്ങനെയാണെന്ന് അറിയില്ല. ഒരുപാട് ആക്ടേഴ്സ് പല കാറ്റഗറി ഓഫ് എന്താ പറയുക കഥാപാത്രങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ നേരത്തെയൊക്കെ കണ്ടിട്ടുള്ള ഒരുപാട് കോമഡി കഥാപാത്രം ചെയ്തിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റ് ഇപ്പോൾ ക്യാരക്ടർ റോൾസ് ചെയ്യുന്നുണ്ട്, വില്ലൻ റോൾസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ ജഗദീഷ് ചേട്ടനാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ വലിയൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ. ഇപ്പം ചേട്ടനെ സംബന്ധിച്ച് അതൊരു അനിവാര്യതയായിട്ട് തോന്നുന്നുണ്ടോ? അതായത് നമ്മളുടെ ഇൻഡസ്ട്രിയിലെ നിലനിൽപ്പിന് അതൊരു അനിവാര്യമായിട്ട് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ചേട്ടനെ സംബന്ധിച്ച് ചേട്ടൻ ഏതൊരു ക്യാരക്ടറിലാണ് കൂടുതലായിട്ട് ചേട്ടനെ പ്ലേസ് ചെയ്യുന്നത്? അതായത് ഒരു ക്യാരക്ടർ റോൾ, അല്ലെങ്കിൽ ചേട്ടൻ ഒരു ഗോ വിത്ത് ദ ഫ്ലോ പേഴ്സൺ ആണെന്നല്ലേ പറഞ്ഞത്. അപ്പം വരുന്ന ക്യാരക്ടേഴ്സ് ചെയ്യാൻ അതങ്ങ് ചെയ്തു പോവാന്നുള്ളൊരു മൈൻഡാണോ അതോ? അല്ല, അതിപ്പോ നീ പറഞ്ഞതിനകത്ത് തന്നെ ഉണ്ട്. ഇപ്പം ജഗദീശ്വരൻ അന്നേരം പണ്ട് നായകനായിട്ട് അഭിനയിച്ചോണ്ടിരുന്നപ്പോഴോ പിന്നീട് കോമഡി റോളുകൾ ചെയ്തോണ്ടിരുന്നപ്പോഴും ഇങ്ങനെ ഒരു പടം വരുമെന്ന് അറിയില്ലല്ലോ. ഇല്ല. അപ്പൊ ഇത് നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റബിൾ ആയിട്ട് ഇൻഡസ്ട്രിയിൽ നമുക്കൊന്നുമില്ല. ഒരു സിനിമ നല്ല സ്ക്രിപ്റ്റ് ആണ്, അത് ഹിറ്റാവെന്ന് പറഞ്ഞ് ചെയ്തിട്ട് ഫ്ലോപ്പായ സിനിമകളുണ്ട്, അല്ലെങ്കിൽ ഓടുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ട് ഭയങ്കര ഹിറ്റായ സിനിമകളുണ്ട്. ഇതിനകത്ത് ഭയങ്കര അൺപ്രഡിക്റ്റബിലിറ്റിയാണ്. അത് നമുക്ക് കറക്റ്റായിട്ട് നമ്മളെ ഇതിനകത്ത് എവിടെ പ്ലേസ് ചെയ്യും, അത് കുത്തി ഒഴുകുന്ന ഒരു പുഴ പോലെയാണ്. ഇതിനകത്ത് നമുക്ക് എന്തായിട്ട് എവിടെ നമ്മളെ പ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗോ വിത്ത് ദ ഫ്ലോ മാത്രമാണ് ഇതിനകത്ത് നമുക്ക് ഒബ്സർവബിളി ഉള്ള ഒരു ഓപ്ഷൻ. മറ്റു രീതിയിലൊക്കെ നമുക്ക് പറയാം, ഒരു 5 വർഷത്തിന് ശേഷം എൻ്റെ പ്ലാൻ ഇതാണ്, 10 വർഷത്തിന് ശേഷം സിനിമ ഇങ്ങനെ മാറുന്നൊക്കെ പറയാം. പക്ഷെ അത് അറിയില്ല. ഐ മീൻ എനിക്കറിയില്ല അത് എങ്ങനെയാവും എന്നുള്ളത്. നമുക്ക് അങ്ങനെ ഒരു ക്ലച്ച് ഇതുവരെ കിട്ടിയിട്ടില്ല. അല്ല, നമുക്ക് ശരിയാണ്, കറക്റ്റാണ്. നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയും കൂടെ ആയതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് പോവാണ്. പക്ഷെ ചേട്ടൻ്റെ ഒരു ആഗ്രഹം എന്താണ്? ഒരു 5 വർഷം കഴിഞ്ഞിട്ട് എന്നെ ഒരു ഗ്യാരണ്ടീഡ് ആക്ടറായിട്ട് ആൾക്കാർ അറിയപ്പെടണമെന്നാണോ, അല്ലെങ്കിൽ ഒരു റൈറ്ററായിട്ട് അറിയപ്പെടണമെന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ആഗ്രഹം എന്താണ്? ബേസിക്കലി എന്നെ ഇന്ന ക്യാരക്ടറായിട്ട് അറിയപ്പെടണമെന്നുണ്ട്. ഇല്ല, ഒരു നല്ലൊരു ആക്ടറായിട്ട് ആളുകൾ, അതായത് അയാളുണ്ടോ എന്നാ കാണാം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ആളുകൾ വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. അതാണ് ചേട്ടൻ്റെ. അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ആണല്ലേ? അത് മാത്രമേ ഇതുവരെ ചേട്ടന് കിട്ടിയതിൽ ഏറ്റവും എന്താ പറയാ, ഇപ്പം ഒരു മികച്ച ഒരുപാട് കോംപ്ലിമെന്റ്സ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു ചേട്ടന് ഏറ്റവും കൂടുതൽ ഒരുപാട് സന്തോഷം നൽകിയ ഒരു കോംപ്ലിമെന്റ് ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ ഏതാണ്? ഇതുവരെ കിട്ടിയതിൽ വെച്ചിട്ട് ഇതുവരെയുള്ള സിനിമാ ജീവിതത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻസിഡന്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഒരുപാട് ആൾക്കാർ നല്ലതെന്ന് പറയാറുണ്ട്. പെർഫോം ചെയ്യുമ്പോഴും അതിന്റെ ആ ഫിലിമിലിരിക്കുന്ന ഡയറക്ടേഴ്സ് ഒക്കെ വന്നിട്ട് കൊള്ളാം, അത് ഞാൻ ആലോചിക്കാത്തൊരു സാധനമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നാറുണ്ട്. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസ് കാണുമ്പോൾ വേറൊരു സാധനം കൂടെ ഇതും കൂടെ ആഡ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് കൊള്ളാവുന്നതുകൊണ്ടാണല്ലോ. അങ്ങനെ പറയുന്ന സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാറുണ്ട്. അല്ലാതെ നീ ചെയ്തത് കൊള്ളാടാ, അത് ഗംഭീരമായി എന്നൊക്കെ പറയുന്നതിനകത്ത് കാര്യമില്ല. വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അത് അവർ പറയണമെന്നില്ല നേരിട്ട്, ഇങ്ങനെയുള്ള ഇതിലൂടെ നമുക്ക് മനസ്സിലാവും വർക്കാവുന്നുണ്ടെന്നുള്ളത്. ഓക്കെ, സോ ചേട്ടാ ഇത്രയും നേരം നമ്മളുമായിട്ട് വിശേഷങ്ങൾ പങ്കുവെച്ചതിന് ഒരുപാട് നന്ദി, സഹകരിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.